കുറേ ഫാൻസി കടകൾ, സുവനീറിൻ്റെ ഷോപ്പുകൾ, പിന്നെ നമ്മൾ ഈ വുളൻ ടൈപ്പ് ഡ്രസ്സുകൾ, ഇതൊക്കെ തന്നെ കൂടുതലേ. ശരി, ഈ ഒരു 3 ഫാർമസി കണ്ടിട്ടോ നമ്മൾ. പിന്നെ സ്വീറ്റ്സ് ഷോപ്പ്, കേക്ക്, പ്യൂർ വെജ് റെസ്റ്റോറൻറ്റ് കുറവാണ്, ഉണ്ട് പക്ഷെ കുറവ്. തട്ടുകളുണ്ട്. മോമോസ് എനിക്ക് എന്തായാലും അന്ന് ഡൽഹിയിൽ നിന്ന് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായില്ല. അവിടെ മോമോസിന് മുകളിൽ ഞാൻ പോകുന്നില്ല. ശരിക്കും മോമോസൊക്കെ ചൂടിൽ കഴിക്കാൻ വേണ്ടി സാധനം തന്നെയാണ്. പക്ഷെ എനിക്കെന്തായില്ല ടേസ്റ്റ് എന്തായില്ല, അത്ര കണ്ടെങ്കിൽ ഇതായില്ല. അല്ല, മോമോസിൻ്റെ ഷോപ്പാണ് മണാലി മോമോസ്. शीशा काफे शीशा മേലൊക്കെ കിട്ടുമല്ലോ കാഫേ മൗണ്ടൈൻ. ആ മാളിലോട് നിൽക്കുന്ന സമയത്ത് കുറച്ച് മുന്നോട്ടൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എന്ന് പറഞ്ഞു. അപ്പോൾ റൈസ് കഴിച്ചിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച് കുറച്ചാണ്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ റൈസ് കഴിക്കാതെ, ചപ്പാത്തിയും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വന്നതാണ്. എന്ന് ഇവിടെ എത്തിക്കാൻ പോകുന്നത് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉള്ളിലേക്കൊന്നും ചോദിച്ചു നോക്കിയതാണ്. അത് നോക്കുന്ന സമയത്ത് ട്രാവൽസിൻ്റെ ഭാഗം ഉള്ളിലുണ്ട്, ഈ പാക്കേജിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനുള്ള. പിന്നെ ഇവിടെ അതിൻ്റെ സൈഡിൽ കൂടെ ഈ കച്ചവടമുണ്ട് ബിരിയാണിയുടെ. അപ്പം ഇവിടുന്ന് 2 ബിരിയാണി വാങ്ങി, 2 വാങ്ങിയിട്ട് 3 കഴിച്ചിട്ട് ബിരിയാണി ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ബിരിയാണി. അടുത്തൊന്നൊരു മടക്കച്ചായൻ്റെ ഇതുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ തണുപ്പിന് ഡിഗ്രി 5 ഡിഗ്രി 5 ഡിഗ്രി തണുപ്പിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ കുറേ ദിവസത്തെ നമ്മൾ ഇത്ര തണുപ്പിൽ അനുഭവിക്കാം. ഇപ്പോൾ മണാലി മറ്റേ നമുക്ക് ഷിംലയിൽ ഇത്ര തണുപ്പൊന്നുമില്ലല്ലോ. 9 ഡിഗ്രി വരെ അവിടെ തന്നെ തണുപ്പുണ്ടായിരുന്നു. ഇവിടെ 5 ഡിഗ്രിയിലെ തണുപ്പില്ല. നല്ല തണുപ്പൊക്കെ. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് പോവാം. വേഗം കഴിച്ച് പെട്ടെന്ന് പോവാൻ സൈഡാവാം. അതപ്പോൾ പരിപാടി. ഈ -ഡിഗ്രി തണുപ്പിൽ മടക്കൽ ചായ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ 2 വാങ്ങിയിട്ട് 3 കഴിച്ചാൽ ഒന്നിന് 200 രൂപ വരുന്നുള്ളൂ. കുഴപ്പമില്ല. നമ്മൾ ഹൈദരാബാദിൽ പോയി കഴിച്ചതിനാലും ടേസ്റ്റിന് സാധനത്തിന്. അതാ ഇതൊട്ടത്തിലുള്ള ചായ. ഇത് ചായക്ക് വന്ന് എത്രടാ? 40 രൂപ. 40 രൂപയുള്ള ചായ ഉണ്ടോ? ഇല്ലല്ലേ. നമുക്ക് തണുപ്പൊന്നും നമുക്കുണ്ട് അറിയാം. 40 രൂപയ്ക്കുള്ള ചായ ഇല്ല. പക്ഷേ ഈ ചൂടത്ത് ടൂറിസ്റ്റ് പ്ലേസ് സ്ഥലമായതുകൊണ്ട് എങ്ങനെ 40 രൂപ കൊടുക്കുന്നത് ഏതായാലും അടിപൊളി. പിന്നെ അതല്ല കോമഡി, ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ കൈ കഴിക്കാനും വേണ്ടി വെക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു പൈപ്പുണ്ട്. നമ്മളെ റോഡ് ക്രോസ് ചെയ്ത് അവിടെ കുഴപ്പമില്ല കേട്ടോ അത്. പക്ഷെ വെള്ളത്തിന് തണുപ്പുണ്ടോ, കൈ ഇങ്ങനെ റോൾസായ മതി. അടിപൊളി. ഗുഡ് മോർണിംഗ്. ഓൾ ഇന്ത്യ കാർ ലൈഫിലെ 16ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഉള്ളത്. മണാലിയാണ് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. മണാലിലാണ് ഇപ്പോൾ ഉള്ളത്. മണാലിൽ നിന്നൊക്കെ 2ാമത്തെ ദിവസമാണ്. ഇന്നലെ വൈകിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടലാണത്. റൂമൊക്കെ ഒന്നുമല്ല, ഹോട്ടൽ റിവർ വ്യൂ. അത് മേലെ നിന്ന് കാണാൻ പറ്റും. മേലെ ലൈറ്റ് ഇടാൻ പറ്റില്ല, കാരണം മുന്നേയും ആശയം എണിച്ചിട്ടില്ല. അത് നേരെ മുന്നുള്ള കാഴ്ച ഞാൻ പറയാം. എന്ത് രസമാണത്. ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഒഴുകി പോകുന്നത്. പിന്നെ മേലെ അവിടെയാണ് എന്താ പറയുക മാൾ റോഡ്. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലമൊക്കെ അവിടെയാണ്. ഇത് മലൻ്റെ കുറച്ചുകൂടെ പോയേക്കാം.
5 ഡിഗ്രി തണുപ്പുള്ള 5 ഡിഗ്രി ആണെങ്കിൽ അതിൽ കുറവാണ് പറയുന്ന എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി നോക്കുന്ന സമയത്ത് 5 ഡിഗ്രി തണുപ്പ്, ഭയങ്കര ഗ്ലൗസ് മഫ്ലർ എന്തിട്ടും ഭയങ്കര തണുപ്പാണ് കേട്ടോ. അടിപൊളി കുത്തണ തണുപ്പ്. പക്ഷേ ഐസില്ല. പക്ഷേ ഇവിടെ ഐസുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രാവിലത്തെ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നു. ഞങ്ങൾ മഴയാക്കി ആ വൈറ്റ് കളർ കണക്കെ ഐസ് നടത്തുമ്പോൾ നേരെ മുന്നിൽ കാണാൻ മരം, നേരെ മേലെ കാണാൻ വൈറ്റ് പോകാൻ കംപ്ലീറ്റ്. ഇതൊക്കെ ഹോട്ടലാണ്. Border Road Organizations welcome you to 70 RCC sector. Deepak. ഇവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിന് വെൽക്കം ടു 70 RCC സെക്ടർ 38 PRPF 70 RCC. ഇവിടെ അങ്ങനെയാണ് നമ്മൾ ബോർഡർ റോഡ് തുടങ്ങുന്നത്. റോഡ് പറയാൻ കഴിഞ്ഞില്ല, അവർക്ക് കൊഴിഞ്ഞു പോകുന്നു. ഇവിടുന്ന് ബോർഡറിൻ്റെ റോഡ് സ്റ്റാർട്ടാക്കാൻ ഇവിടുന്നാണ്. അതായത് കാശ്മീരിലേക്കും ഇതിലേക്കുള്ളൊക്കെ റോഡ് ഇവിടുന്ന് സ്റ്റാർട്ടാക്കാണ്. ഇത് കംപ്ലീറ്റ് പിന്നെ അവിടെ കംപ്ലീറ്റ് ബോർഡർ സെക്യൂരിറ്റീൻ്റെ അണ്ടറുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇവിടുന്ന് അങ്ങടേക്ക്. നമുക്കൊന്ന് കുറച്ചുകൊണ്ട് പോയേക്കാം. ആദ്യം ഒന്ന് റൂമിലേക്ക് തിരിച്ചു പോയിട്ട് ഇന്നത്തെ ഇവിടെയൊക്കെ പോകണമെന്നുള്ള പ്ലാനൊന്ന് ചെയ്യുക. ഇന്നലെ ഇതാക്കി ഒന്നും കൂടി ഒന്ന് ഇന്നലെ രാത്രി ബിരിയാണി കഴിച്ചു കൊടുത്തു. നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രാവൽസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പാക്കേജൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ അവിടുത്തെ എന്താക്കി ആ ബ്രൗസർ എടുത്തുകൊണ്ട് അതിൽ നോക്കി ഡേ 1 ഡേ 2 പിന്നെ അങ്ങനെ ലോക്കൽ ഇതിനകരുടെ ഒരു ഇത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഡേ 1 ഒരു പോകാൻ ഒരേ ലെവലല്ലേ പോവാം, ഒരു റൂട്ടിൽ. അപ്പോൾ ആ റൂട്ടിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാൻ പറയല്ലോ, ഞാൻ മേജറായ സ്ഥലത്ത് മാത്രം പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യും. എല്ലാ സ്ഥലത്തും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് പോയിട്ട് ആ ബ്രോഷർ പ്രകാരം നോക്കിയിട്ട് സെക്ഷനിലാണ്. മണാലിയിൽ നിന്നും നമ്മളിപ്പം സൈഡ് സീഡ് കാണാൻ വേണ്ടി പോണ വഴിക്ക് ഒരു 5 കിലോമീറ്റർ കുറച്ച് ദൂരം കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് നെഹ്റുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം. അതിൽ എന്താ പറഞ്ഞു വെച്ചാൽ പണ്ട് നമ്മളെ നെഹ്റു പ്രൈം മിനിസ്റ്റർ കാലത്ത് ആ സമയത്ത് ഇവിടെ മറ്റേ മണാലിൽ വരുന്ന സമയത്ത് വൈക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഫസ്റ്റ് വെള്ളം കുടിച്ചത് ഈ ഉറവെന്ന്. അപ്പോൾ ഈ ഉറവ എന്ന് പറഞ്ഞെങ്കിൽ പല പ്രത്യേകതയും പറയുന്നുണ്ട്. ഇവിടെ ഒരു ടെമ്പിൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഹിസ്റ്റോറിക്കൽ ആൻഡ് ആൻഷ്യൻറ്റ് നെഹ്റുക്കുണ്ട്. അങ്ങനെ എന്തൊക്കെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അതേമാതിരി ഇതിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് വെള്ളത്തിന്. ചില ആൾക്കാർ വെള്ളത്തിന് മറ്റേ വെള്ളം കുടിച്ചാൽ അസുഖം മാറും എന്താണെന്നുള്ള അതിൻ്റെ സത്യാവസ്ഥ അറിയാം, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ഇത് വെച്ചിന് വെള്ളം വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു പ്രതിഷ്ഠ തൊട്ടപ്പുറത്ത് 1, 2, 3 ഉണ്ട്. ഇത് വലിയൊരു പാറാണ് അല്ലേ, ഒറ്റ പാറ. ഈ ഒരൊറ്റ പാറൻ്റെ ചുവട്ടിൽ കുറേ ആൾക്കാർ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന ആൾക്കാർ, ഇവിടുന്ന് ആൾക്കാർ കുറേ വെള്ളം പിടിച്ച് പോകുന്നുണ്ട്. അവിടെ ഒരു 15 ഇവിടെ നിന്നാണ് വരുന്നത് ഈ ഉറവ വരുന്നത് ഒരൊറ്റ പാറ. ഇതൊരു ഹിമാലയത്തിൻ്റെ എന്താ പറയുക അത്രയും ഇതുണ്ടെന്ന് പറഞ്ഞു. വെള്ളത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. നമ്മൾ കുടിക്കാം. അത് കുറച്ച് കുടിച്ചോക്കാം. ഒരു പ്രത്യേകത തോന്നുന്നു കേട്ടോ വെള്ളത്തിന്.
വെള്ളത്തിന് ഒരു പ്രത്യേക തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നല്ല തണുപ്പുണ്ട്, പക്ഷേ വെള്ളത്തിന് കട്ടില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ ബോട്ടിൽ വെള്ളമൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേക കട്ടില്ല. ഇത് ഭയങ്കര നൈസായിട്ടാണ് എല്ലാവരും ഭയങ്കര നൈസായിട്ട് നേർമ വെള്ളത്തിനായി നല്ല രസമുണ്ട് വെള്ളത്തിൽ. ഞാൻ കുറച്ചുകൂടി കുടിച്ചിട്ട് എന്തെങ്കിലും ഫുള്ളാക്കട്ടെ. ഞാൻ മറ്റൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, രോഗം മാറും തോന്നുന്നു. പക്ഷെ വെള്ളം നാച്ചുറൽ വാട്ടർ വെള്ളമാണ്. ഒരുപാട് ഡേഞ്ചർ റോഡാണ് കേട്ടോ. സൈഡിൽ കണ്ട മണ്ണിടിച്ചിട്ട് മേലെന്ന് ഇപ്പോഴും എന്താ പറയുക കല്ലൊക്കെ വീണിട്ട് അല്ലേ, ഫുള്ള് മണ്ണെടുക്കുന്നുണ്ട്. പക്ഷെ ഓരോ സൈഡിൽ ഇടിഞ്ഞു പോകുന്നുണ്ട്. അഡൽട്ടണിലേക്ക് 5 കിലോമീറ്റർ നമ്മൾ അഡൽട്ടണിൽ വഴിയാണ് ഇപ്പം ആ പാസിലേക്ക് പോകുന്നത്. അഡൽട്ടണിലേക്ക് 5 കിലോമീറ്റർ. പക്ഷെ ഇവിടെയൊക്കെ സത്യത്തിൽ നമ്മൾ കുറച്ചുകൂടി മറ്റേ ആ മഞ്ഞുള്ള സമയത്ത് വരാണെങ്കിൽ കിട്ടുള്ളൂ. നമുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ. ഫുള്ള് മഞ്ഞിലെ നമ്മള് വീഡിയോ ഫോട്ടോ കണ്ട മാതിരി ഇതൊക്കെ ആ മലൊക്കെ ഇപ്പൊ ഫുള്ള് മൊട്ടക്കൊന്നുമാതിരി കണ്ട് പച്ചപ്പ് മാത്രം. പക്ഷെ ഇതിന് കാണാൻ വേറെ തന്നെ രസം. മഞ്ഞുണ്ടെങ്കിൽ വേറെ രസം. രണ്ട് തരത്തിൽ നിന്നുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഒരു വരുത്തും കൂടി ഇവിടെ വരേണ്ടി വരും. ഈ മഞ്ഞ് കാണാൻ ഒരു വരുത്തും കൂടി ഇവിടെ വരേണ്ടി വരും. അടിപൊളി കുറെ മുകളിലേക്ക് ഉണ്ട് ഐസിന്റെ. അയ്യോ എന്ത് രസല്ലേ. ഇവിടുത്തെ ഒരു ഫോട്ടോ എടുത്തല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ പോണ വൈകി കഴിക്കയച്ച് അവർക്ക് നിർത്തിയാണ്. മാഗി പറഞ്ഞു 3 എണ്ണം, ഒന്നിന് 70 ഉറുപ്പ്യ വരുന്നുള്ളൂ. കുഴപ്പമില്ല. ഈ ടൂറിസ്റ്റ് പ്ലേസിൽ 70 ഉറുപ്പ്യക്കൊന്നും കുഴപ്പമില്ല സാർ. 50 ഉറുപ്പ്യക്കാർ എത്തി. ഇവിടെ 2 കടകളുള്ളൂ. അപ്പോൾ അത് കഴിക്കാൻ വരുന്നതിനുള്ള കാഴ്ച ഉണ്ട് ഞങ്ങൾ. നോക്കിയാൽ അടിപൊളി പോയിരുന്നോ? നോക്കിയാൽ അടിപൊളി. ഓ